ഞാൻ സ്കൂളുകളിൽ ഈ 14 കൊല്ലത്തോളം PTA പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും ഞാൻ ആ സ്കൂളുകളിൽ പിന്നെ തണൽ മരം വെച്ച് പിടിപ്പിക്കാതിരുന്നിട്ടില്ല. എല്ലാ സ്കൂളിലും ഞാൻ 1, 2, 3, 4 സ്കൂളുകളിൽ ഞാൻ PTA പ്രസിഡൻ്റ്. എൻ്റെ കുട്ടികൾ പഠിക്കണ അത്രേ അവിടെയൊക്കെ ഞാൻ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഊങ്ങാണ്. ഊങ്ങിൻ്റെ തെയ്യൊക്കെ ഞാൻ എവിടെ ഉള്ളോടത്ത് പോയി തിരഞ്ഞു കൊടുത്തിട്ട് അന്നൊന്നും വാങ്ങാൻ കിട്ടൂല. ഞാൻ ഗേൾസ് ഹൈസ്കൂളിൽ PTA പ്രസിഡൻ്റ് ആകുമ്പോൾ അവിടെ ഒരു പൂന്തോട്ടങ്ങളൊക്കെ ഈ പെൺകുട്ടികളെ ഉപയോഗിച്ചു. അവിടെ പെൺകുട്ടികൾ മാത്രമല്ലേ, അപ്പോൾ എൻ്റെ 3 പെൺകുട്ടികൾ അവിടെ പഠിച്ചു. അപ്പോൾ അന്ന് ഞാൻ ഈ നല്ല ഈ വെട്ടന്ന് തണലാകുന്ന മരങ്ങൾ അന്ന് ഈ നഴ്സറിയിലുണ്ട് ഈ ആഫ്രിക്കൻ ചെറി അതൊരു മരം, നല്ല പെട്ടെന്ന് തണലാവും. കുട്ടികൾക്ക് ഇഷ്ടംപോലെ പഴം കിട്ടും. കുട്ടികളൊക്കെ എന്നെങ്ങനെ മാനാക്കാന്ന് വിളിച്ച ആർക്കും വരാൻ ഇതിൻ്റെ പഴയ ഞങ്ങൾ മാനാക്ക വെച്ച് തന്നതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതേമാതിരി നമ്മളെ വളാഞ്ചേരിയിലെ പ്രമുഖനായ ഒരു നേതാവ് മറ്റേ TR കുഞ്ഞിഷ്ണൻ, അദ്ദേഹം ഞാൻ ആദ്യം കൊട്ടാരം മോഡൽ LP സ്കൂളിലാണ് PTA പ്രസിഡൻ്റായത്. അപ്പോൾ ഒരു വലിയ ഈ പരിസ്ഥിതി ചിന്താഗതിയുള്ള ആൾ, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാൻ PTA പ്രസിഡന്റ് നിൽക്കുക എന്നോട് ഒരു ദിവസം പറഞ്ഞു, നമുക്ക് ഇവിടെയൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, അതിന് ഊങ്ങ് കിട്ടണമെന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോൾ പലകപ്പറമ്പ് എന്ന സ്ഥലത്തുണ്ട് ഒരു വലിയ മരത്തിൻ്റെ ചോട്ട് ഇഷ്ടംപോലെ തൈകളിങ്ങനെ മുളച്ച് നിൽക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഈ തൈകളൊക്കെ ഉപയോഗപ്പെടുത്താൻ എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടണമല്ലോ. അപ്പോൾ അയാൾ മാനേജർ ചേർന്ന് ഇങ്ങനെ ഇദ്ദേഹം വെച്ചാൽ ഞാൻ പറഞ്ഞു തൈ ഞാൻ കൊണ്ടുവന്നു. ഞാൻ അപ്പം എൻ്റെ മോട്ടോർ സൈക്കിൾ എടുത്ത് പോയി ആ തൈ കൊണ്ടുവന്നു. ഇന്നും നിങ്ങൾക്ക് കൊട്ടാരം മോഡൽ അവിടെ സ്കൂളിൽ പോയാലും ആ തൈകൾ കാണാം. അത് LP UP സ്കൂളിൽ വളാഞ്ചേരി ടൗണിലൊരു UP സ്കൂളുണ്ട്. അവിടെ അവിടെ അതിൻ്റെ മാനേജർ മൂപ്പർ തന്നെയാണ്. തൈകളോട് മരങ്ങൾ തണൽ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. ഞാൻ ഇപ്പോൾ 7ാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീടുകളിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ മരങ്ങളൊക്കെ കായ്ഫലങ്ങളായി ഞാൻ റേഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ കൈ വറക്കും. കാരണം അന്ന് ഈ J33 എന്തൊക്കെ അന്ന് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ നഴ്സറിയിൽ പോയിട്ട് നല്ല തെയ്യം വാങ്ങും, വെക്കും. ഒരു 2 കൊല്ലം കഴിയുമ്പോൾ ഇതേമാതിരി എൻ്റെ വളപ്രയോഗം കൊണ്ട് വേഗം കായ്ക്കും. പക്ഷേ നമ്മൾ ആ വീട് ഞാൻ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കം മാത്രമല്ല, എൻ്റെ ഈ ജലസ്രോതസ്സിൻ്റെ ഇതോടെ നമ്മുടെ ആടുകൾ ഞാൻ ആദ്യത്തെ വീട് വിറ്റപ്പോൾ പിന്നെ ഞാൻ ഉദ്ദേശിച്ച മാതിരി ഒരു സംതൃപ്തിയുള്ള സ്ഥലം എനിക്ക് കിട്ടിയില്ല. പിന്നെ സ്ഥലം കിട്ടിയത് ഞാൻ വലിയൊരു വീട് വെച്ചിട്ട് അവിടെ താമസം തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അത് വിൽപ്പന നോട്ട് നിരോധനമൊക്കെ വന്നു, റിയൽ എസ്റ്റേറ്റ് സ്തംഭിച്ചു. എനിക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ചെറിയ പരിപാടിയുണ്ട്. അങ്ങനെ ഒരു 10 കൊല്ലം ഞാൻ ആ വീട്ടിൽ താമസിക്കും. അതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഞാൻ താമസിക്കണ ആ സ്ഥലങ്ങൾ കണ്ടാൽ കാണാം, അത് കണ്ടു. പക്ഷെ അവിടെ വീട് വെക്കാനുള്ള എൻ്റെ താല്പര്യം ഞാൻ ഏതാണ്ട് 10-25 ലക്ഷം രൂപ കുറച്ചിട്ടാണ് ഇത് വിറ്റത്. ഇപ്പോൾ ഇതിന് മുമ്പത്തെ വീട്. എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ആ സ്ഥലങ്ങളിപ്പോൾ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എൻ്റെ ചോയ്സ്